കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് പവർ മാപ്പ്. ഏറ്റവും ഡിമാൻഡുള്ള ടോപ്പ് 5 ജില്ലകൾ. 27,762 കംപ്ലീറ്റഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സുമായി തൃശൂർ ജില്ലയാണ് 5ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയാണ്. ഒരു ക്ലാസിക് വ്യാപാര സേവന കേന്ദ്രമാണ് ഈ ജില്ല. സോളിഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ വളർച്ച ഉറപ്പാക്കുന്നുണ്ടെന്ന് മാത്രമല്ല, കേരളത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് കൊമേഴ്സ്യൽ പവർ കൂടിയാണ് ഈ ജില്ല. ബിസിനസ് രംഗം വളരെ ശക്തമാണ്. ഭൂമി പരിധിയാണ് കോഴിക്കോടിന്റെ വ്യവസായത്തെ മന്ദഗതിയിലാക്കുന്ന പ്രധാന കാരണം. 3ാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ല. കേരളത്തിന്റെ തലസ്ഥാനം മാത്രമല്ല, കേരളത്തിന്റെ റെസിഡൻഷ്യൽ ക്യാപിറ്റൽ കൂടിയാണ് തിരുവനന്തപുരം. ഏകദേശം 50,000 വീടുകൾ പൂർത്തിയായി. അപ്പാർട്ട്മെന്റുകൾ, സർക്കാർ ഭവന നിർമ്മാണം, IT ഡ്രിവൻ ഡിമാൻഡ് ഇവയൊക്കെയാണ് ഈ ജില്ലയെ 3ാം സ്ഥാനം നേടാൻ സഹായിക്കുന്നത്. ടെക്നോ പാർക്ക് പോലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഓഫീസുകൾക്കും റീറ്റെയിലിനും ഊർജ്ജം നൽകുന്നു. സ്ട്രോങ് ലിവിംഗ് ഡിമാൻഡ് ഉണ്ടെങ്കിലും ഈ ജില്ല ഒരു ഇൻഡസ്ട്രിയൽ ഹെവി വെയിറ്റ് അല്ല. 2ാം സ്ഥാനത്തുള്ളത് മലപ്പുറം ജില്ല. ജനസംഖ്യയാണ് ഈ ജില്ലയുടെ പ്രധാന ശക്തികളിലൊന്ന്. 39,000-ലധികം വീടുകൾ നിർമ്മാണം പൂർത്തിയായി. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊമേഴ്സ്യൽ വോളിയം ക്ലിനിക്കാണ് മലപ്പുറം. ഹെവി നമ്പർ ഓഫ് റീറ്റെയിൽസും ഓഫീസുകളും വൻതോതിലുള്ള ഡിമാൻഡ് കൊണ്ടും സമ്പന്നമാണ് മലപ്പുറം ജില്ലയുടെ റിയൽ എസ്റ്റേറ്റ്. 1ാം സ്ഥാനത്ത് എറണാകുളം ജില്ലയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ 3 മേഖലകളിലും എറണാകുളം ലീഡ് ചെയ്യുന്നു. 31,000-ലധികം വീടുകൾ, 9,500-ലധികം കൊമേഴ്സ്യൽ ബിൽഡിംഗുകൾ, 130 ഓഫീസുകൾ എന്നിവ പൂർത്തിയായി. ടോട്ടൽ കൺസ്ട്രക്ഷൻ വോളിയം നോക്കുമ്പോൾ മലപ്പുറമാണ് ലീഡ് ചെയ്യുന്നതെങ്കിലും റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് കറന്റ് പ്രൊജക്ട് പൈപ്പ്ലൈൻസ് കൺസിഡർ ചെയ്തു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നോക്കുമ്പോൾ എറണാകുളം ജില്ലയാണ് 1ാം സ്ഥാനത്ത്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയുവാൻ ഈ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ നാട്ടിലെ സ്ഥലത്തിന്റെ വില കമന്റ് ചെയ്യുകയാണെങ്കിൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു സഹായമായിരിക്കും.